പട്ടാളക്കാരും പരീശന്മാരും സദൂക്യരും ഒക്കെ കടന്നു ചെന്ന് യേശുവിനെ അവിടുന്ന് പിടിക്കുന്ന ചരിത്രം നമുക്കറിയാം. മാനവജാതിയുടെ പാപപരിഹാരത്തിന് വേണ്ടി ആ ഗതസ്തമന തോട്ടത്തിൽ നമുക്ക് വേണ്ടി രക്തത്തുള്ളികൾ ധാരധാരയായി ഒഴുക്കുവാനിടയായി. പാട്ടുകാരൻ ഇപ്രകാരം പറയുന്നുണ്ട്: ചങ്കിലെ ചോര ഗതസ്തമനയിൽ വെച്ചുണ്ടായ പോരാട്ടത്തിൽ തുള്ളി തുള്ളിയായി വിയർത്തതിനാൽ ദൈവകോപം നീങ്ങിപ്പോയി. പാട്ടുകാരൻ ഭയത്തോടെ പറയുകയാണ്, അവൻ വീർപ്പതുള്ളികൾ രക്തമായി മാറാനിടയായി. ഗതസ്തമന തോട്ടത്തിൽ ഒഴുക്കപ്പെട്ട രക്തം ദൈവകോപം നമ്മളിൽ നിന്ന് നീങ്ങിപ്പോകുവാൻ ഇടയായി. അന്ന് രാത്രിയിൽ പട്ടാളച്ചേകവരും പരീശന്മാരും സന്നിധി സംഘമെല്ലാം ഒരുമിച്ച് യേശുവിനെ പിടിച്ച് അന്നാവിന്റെയും കയ്യഫാവിന്റെയും ഒരിക്കൽ കൊണ്ടു ചെല്ലുകയാ. അവിടുന്ന് റോമൻ പടയാളികളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. റോമൻ സന്നിധിയുടെ മുമ്പിൽ എത്തിക്കുമ്പോ പിലാത്തോസ് പറയുന്ന ഒരു പദമുണ്ട്: ഇവൻ ഗലീലക്കാരനാ, അതുകൊണ്ട് ഗലീലയുടെ ഇടപ്രഭുവായ ഹെരോദാവിന്റെ അടുക്കിലേക്ക് അയക്കുക. ഹെരോദാവിന്റെ അടുക്കൽ ചെന്ന് ഹെരോദാവ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ മൗനമായി യേശു കർത്താവിനെ വീണ്ടും പിലാത്തോസിന്റെ അരമനയിലേക്ക് അയക്കുന്നുണ്ട്. പിലാത്തോസിന്റെ അരമനയിലേക്ക്